അങ്ങനെ വേൾഡ് കപ്പിലെ തങ്ങളുടെ ഗ്രൂപ്പ് റൗണ്ടിലെ രണ്ടാം മത്സരത്തിന് ഇറങ്ങുകയാണ് വമ്പന്മാരായ ബ്രസീൽ. ബ്രസീലിൽ നിന്ന് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ആദ്യ മത്സരത്തിൽ ശക്തരായ മൊറോക്കോക്കെതിരെ സമനില വഴങ്ങിയ ബ്രസീൽ ഇത്തവണ വിജയിച്ചേ തീരൂ. വിജയിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള പ്രതീക്ഷകൾ സജീവമാകൂ. അതേസമയം ബ്രസീലിൻ്റെ എതിരാളികൾ ഇന്ന് ഹെയ്തിയാണ്. ഹെയ്തി ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനോട് പരാജയപ്പെട്ട് ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഹെയ്തി കുഞ്ഞന്മാരാണ്. പക്ഷേ വേൾഡ് കപ്പിൽ നമ്മൾ പല അട്ടിമറികളും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബ്രസീൽ ഇന്ന് സൂക്ഷിച്ചേ തീരൂ. വമ്പൻ താരനിരയുമായി ഇറങ്ങിയ ബ്രസീൽ കഴിഞ്ഞ മത്സരത്തിൽ മൊറോക്കോയോട് സമനില വഴങ്ങുകയായിരുന്നു. ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പരിശീലകനായ കാർലോ അഞ്ചലോട്ടി പറഞ്ഞിരുന്നു. എല്ലാത്തിനുമുപരി നിരാശ വാർത്ത എന്തെന്നാൽ സൂപ്പർ താരമായ നെയ്മർ ഈ മത്സരത്തിലും കളിച്ചേക്കില്ല എന്നത് തന്നെയാണ്. ഏതായാലും ഇന്നത്തെ മത്സരം വിജയിക്കാനുറച്ച് തന്നെയാണ് ബ്രസീലിൻ്റെ വരവ്. ബ്രസീലിനായി ആരെല്ലാം കളത്തിലേക്ക് ഇറങ്ങും? പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ സ്പോർട്സിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്രസീലിൻ്റെ ഫസ്റ്റ് 11 ഇങ്ങനെയായിരിക്കും. ഗോൾ കീപ്പറായിക്കൊണ്ട് ഈ മത്സരത്തിലും അലിസൺ ബെക്കർ തന്നെയായിരിക്കും ബ്രസീലിൻ്റെ ഗോൾ വില കാക്കുക. സെൻറ്റർ ബാക്കുകളായിട്ട് മാർക്കീഞ്ഞോസും മെഗല്ലസും, റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡാനിലോയായിരിക്കും, ലെഫ്റ്റ് ബാക്കിൽ ഡെഗല്ലസും, ഡിഫൻസ് മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് കസമിറോയും ബ്രൂണോ ഗിമറസും ആയിരിക്കും. സെൻട്രൽ മിഡ് ആയിക്കൊണ്ട് ലുക്കാസ് പക്യുറ്റയും. ഇനി മുന്നേറ്റ നിരയുടെ റൈറ്റ് വിങ്ങിൽ ബാർസലോണ സൂപ്പർ താരമായ റാഫിഞ്ഞ. കഴിഞ്ഞ മത്സരത്തിൽ മോശം ഫോമിലാണ് താരം കളിച്ചത്. താരം ബാർസയിൽ കളിക്കുന്ന ഫോം വീണ്ടെടുക്കൽ ബ്രസീലിനും അത്യാവശ്യമാണ്. ഇനി ലെഫ്റ്റ് വിങ്ങർ ആയിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ. കഴിഞ്ഞ മത്സരത്തിൽ മിന്നും പ്രകടനമാണ് താരം നടത്തിയത്. ഇനി സെൻട്രൽ ഫോർവേഡ് ആയിക്കൊണ്ട് മാറ്റിയസ് കുഞ്ഞയെയായിരിക്കും കാർലോ അഞ്ചലോട്ടി ഇന്ന് കളത്തിലേക്ക് ഇറക്കുക. യുവ സൂപ്പർ താരം എൻട്രിക്ക് ഒരു പകരക്കാരനായി കളത്തിലെത്താനും സാധ്യതയുണ്ട്. ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ 6 മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ബ്രസീൽ ഹെയ്ത്തി മത്സരത്തിൽ ആര് വിജയിക്കും? സ്കോർ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കാണാം.